സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത് ഖുർആന്റെ മൂന്നിൽ ഒരു ഭാഗം ഓതുന്നത് തുല്യമുള്ള പ്രതിഫലം കിട്ടുമോ? അങ്ങനെയെങ്കിൽ അത് കൂടുതൽ തവണ ആവർത്തിച്ച് കൂടുതൽ പ്രതിഫലം റമദാൻ മാസം സമയങ്ങളിൽ നമുക്ക് ലഭിക്കുകയില്ലേ? മറ്റു സൂറത്തുകൾ ഓതുന്നതിനേക്കാൾ കൂടുതൽ അധികരിച്ചാൽ കൂടുതൽ പുണ്യം കിട്ടുകയില്ല എന്നാണ്. അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് വരുന്ന ചില അബദ്ധങ്ങളുണ്ട്. അബദ്ധങ്ങളാണ് ചോദ്യത്തിലുള്ളത്. അതായത് സുലുസുൽ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് അതിന് ഫളിലുണ്ട് എന്ന് പറഞ്ഞത് ഖുർആനിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് തൗഹീദ്, രണ്ട് ആഖിറത്ത്, മൂന്ന് റിസാലത്ത്. അപ്പോൾ കുൽഹു അല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസിൽ ഫുള്ള് തൗഹീദാണ്. അതുകൊണ്ടാണ് അതിന് ഖുർആനിൻ്റെ സുലുസുൽ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് വിഷയം ഇതിലുണ്ട് എന്നുള്ള നിലക്കാണ് പറഞ്ഞത്. അതല്ലാതെ ഒരാൾ 3 പ്രാവശ്യം കുൽഹു അല്ലാഹു അഹദ് ഓതിക്കഴിഞ്ഞാൽ ഒരു ഖുർആൻ ഖത്തം തീർത്ത കൂലി കിട്ടും എന്നുള്ള നിലക്കുള്ള ആ ചർച്ചയല്ല അവിടെ ഉള്ളത്. അത് ആ സൂറത്തിൻ്റെ ഫളില് പറഞ്ഞപ്പോൾ ആ ഫളിലാണ്. ഖുർആനിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വമീമുൻ ഹറഫുൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞല്ലോ. എത്ര ഹറഫുകൾ ഖുർആനിലേത് നമ്മൾ ആവർത്തിച്ച് ഓതുന്നുവോ അതിനനുസരിച്ച് നമുക്ക് എന്താവും അതിനുള്ള കൂലി ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ ഇപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ 10 പ്രാവശ്യം ഒരാൾ ആവർത്തിച്ച് ഓതിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിലൊരു ഭവനമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബിനോട് തിരിച്ചു ചോദിച്ചു, അപ്പോൾ അതിൽ കൂടുതൽ ഓതിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹു അക്സർ എന്ന് പറഞ്ഞു. അള്ളാഹു കൂടുതൽ പ്രതിഫലം നൽകുവാൻ കഴിവുള്ളവനാണ്, അള്ളാഹു കൂടുതൽ പ്രതിഫലം നൽകുന്നവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഇഖ്ലാസ് കൂടുതൽ ഓതുന്നതിന് അതിൻ്റേതായ പ്രതിഫലം ഉണ്ടാവും. എന്നാൽ മറ്റു സൂറത്തുകൾ ഒന്നും ഓതാതെ ഇഖ്ലാസ് മാത്രം ഓതിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതൊരർത്ഥത്തിൽ ഹജ്റുൽ ഖുർആനിൻ്റെ ചില ഭാഗങ്ങളെ പരിപൂർണമായി ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഖത്തമ് മുഴുവൻ തീർത്ത കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം കുൽഹു അല്ലാഹു ഓതിയിട്ട് കാര്യമില്ല. ആ കൂലി കിട്ടണമെങ്കിൽ സൂറത്ത് ഒന്നാമത്തെ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ മുതൽ 114-ാമത്തെ സൂറത്തായ സൂറത്തു നാസ് വരെയുള്ളത് പരിപൂർണമായും ഒരാവർത്തി ഓതുക തന്നെയാണ് വേണ്ടത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം.